നമസ്കാരം. ജിം കോർബറ്റ് എന്ന ബ്രിട്ടീഷ് നായാട്ടുകാരനെ കുറിച്ച് കേൾക്കാത്തവർ വളരെ കുറവായിരിക്കും. വിസ്മയകരമായ ജീവിതം നയിച്ച ജിം കോർബറ്റിന് നരഭോജി കടുവകളുടെ അന്ധകൻ എന്നായിരുന്നു വിളിപ്പേര്. കടുവവേട്ടയ്ക്ക് തുടക്കം കുറിച്ച ജിം കോർബറ്റിന്റെ പേര് പിന്നീട് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയോദ്യാനത്തിന്റെ പേരായി മാറി. ഇതിനു പിന്നിലെ ചരിത്രം എന്താണെന്ന് നോക്കാം. 1875 ജൂലൈ 25 ബ്രിട്ടീഷ് ഇന്ത്യയിലെ നൈനിറ്റാളിൽ ജനിച്ച ജിം കോർബറ്റിന് വളരെ ചെറിയ പ്രായം മുതലേ കാടിനോടും വന്യജീവികളോടുമുള്ള അഭിനിവേശം കൂടുതലായിരുന്നു. കാട്ടിലെ ഓരോ ഇലയനക്കങ്ങളും സൂക്ഷ്മതയോടെ നിരീക്ഷിക്കാനും ഓരോന്നിന്റെയും കാരണങ്ങൾ തിരിച്ചറിയാനുമുള്ള പ്രത്യേക കഴിവും ജിമ്മിനുണ്ടായിരുന്നു. കാടിനോടുള്ള അടങ്ങാത്ത സ്നേഹം പിൽക്കാലത്ത് അയാളെ ഒരു വേട്ടക്കാരനാക്കി മാറ്റി. 19-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലത്ത് ഇന്നത്തെ ഉത്തരാഖണ്ഡിൽ ബ്രിട്ടീഷ് സർക്കാരിന് നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ വെല്ലുവിളി കുമയൂൺ മേഖലയിലെ ചെമ്പാവത്ത് എന്ന നരഭോജി കടുവയുടെ ആക്രമണമായിരുന്നു. പ്രദേശവാസികളുടെ ദൈനംദിന ജീവിതത്തെ നശിപ്പിക്കുകയും നിരവധി മരണങ്ങൾക്കും കാരണമായതോടെ ചെമ്പാവത്തിനെ വേരോടെ നശിപ്പിക്കാൻ സർക്കാർ പല മാർഗങ്ങളും അന്വേഷിച്ചു. പക്ഷേ എല്ലാത്തിനും പരാജയമായിരുന്നു ഫലം. ഒടുവിൽ സർക്കാർ ജിം കോർബറ്റ് എന്ന നായാട്ടുകാരന്റെ സഹായം തേടിയെത്തി. ഏകദേശം 436 പേരുടെ മരണത്തിനിടയാക്കിയ ചെമ്പാവത്തിനെ ഇല്ലാതാക്കാൻ സർക്കാർ കണ്ട ഏക പോംവഴിയായിരുന്നു ജിം കോർബറ്റ്. അങ്ങനെ 1907 അദ്ദേഹം തന്റെ 31-ാമത്തെ വയസ്സിൽ ചെമ്പാവത്ത് പെൺകടുവയുടെ ഘാതകനായി. ആ സംഭവത്തോടെ രാജ്യം ഒന്നടങ്കം അയാളെ വാഴ്ത്തി. തന്റെ രാജ്യം പ്രശംസിക്കുമ്പോഴും തന്റെ ജീവിതത്തിൽ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത നാളുകളായാണ് ആ വേട്ടയാടൽ കാലത്തെ അദ്ദേഹം കരുതുന്നത്. കാട്ടിലെ വന്യജീവികൾ അയാളെ പേടിച്ചിരുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ലായിരുന്നു. ചെമ്പാവത്തിന്റെ മരണത്തിന് ശേഷം ഷാർപ്പ് ഷൂട്ടറായി അറിയപ്പെട്ട അദ്ദേഹത്തെ തേടി നിരവധി ആളുകൾ വന്നെത്തി. 400 പേരെ കൊന്നുതിന്ന പനാർപുലിയെ കൊല്ലുക എന്നതായിരുന്നു ജിം കോർബറ്റിന് മുന്നിലെ അടുത്ത ദൗത്യം. ചരിത്രത്തിൽ തന്നെ മനുഷ്യൻ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ വന്യമൃഗ ഭീഷണിയായിരുന്നു പനാർപുലിയുടെ ആക്രമണം. നീണ്ട നാളത്തെ ഉറക്കമില്ലാത്ത രാത്രികൾക്ക് ശേഷം 1910 ഏപ്രിൽ 14 കെണി തീർത്തിരുന്ന ജിം കോർബറ്റിന്റെ തോക്കിൻ മുനയിൽ പനാർപുലിയും തീർന്നു. അങ്ങനെ വർഷങ്ങളായി മനുഷ്യരെ ബുദ്ധിമുട്ടിച്ചിരുന്ന പല മൃഗങ്ങളെയും വേട്ടയാടി ഇല്ലാതാക്കാൻ സർക്കാർ തന്നെ ജിം കോർബറ്റിനെ തിരഞ്ഞെടുക്കുന്നത് പതിവാക്കി. കറതീർന്ന വേട്ടക്കാരൻ എന്ന നിലയിൽ അറിയപ്പെടുമ്പോഴും ജിം കോർബറ്റ് എന്ന മനുഷ്യനെയും അദ്ദേഹത്തിന്റെ പ്രകൃതി സ്നേഹത്തെയും എല്ലാവരും തിരിച്ചറിഞ്ഞു. ബ്രിട്ടീഷ് ഇന്ത്യൻ പട്ടാളത്തിൽ കേണൽ റാങ്ക് ഉണ്ടായിരുന്ന ജിമ്മിനെ സർക്കാർ ഇടയ്ക്കിടെ വന്യജീവികളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കാൻ വിളിച്ചു വരുത്തുന്നത് പതിവായി. പിൽക്കാലത്ത് അദ്ദേഹം ഒരു നല്ല ഫോട്ടോഗ്രാഫറായി മാറുകയും വന്യജീവി സംരക്ഷണത്തിന്റെ പ്രചാരകനായി പ്രവർത്തിക്കുകയും ചെയ്തു. ഇതിനിടെ പുസ്തക രചനയിലേക്കും കടന്നു. നരഭോജി കടുവകളുമായുള്ള ഏറ്റുമുട്ടലിന്റെ ആവേശകരമായ അനുഭവക്കുറിപ്പുകളാണ് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ. തന്റെ പുസ്തകത്തിൽ അദ്ദേഹം കടുവകളെ വിശേഷിപ്പിച്ചത് അസാമാന്യ ധൈര്യമുള്ള വിശാല ഹൃദയരായ മാന്യർ എന്നാണ്. രാജ്യത്തെ കടുവകളുടെ എണ്ണത്തിൽ വൻതോതിലുണ്ടായ ഇടിവ് എത്രയും വേഗം കടുവ സംരക്ഷണ പദ്ധതിക്ക് തുടക്കം കുറിക്കാൻ കാരണമായി. 1972 തുടങ്ങി 1973 ഏപ്രിൽ 1 ആദ്യ പ്രൊജക്ട് ടൈഗർ പദ്ധതിക്ക് തുടക്കമായപ്പോൾ അതിന് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ദേശീയോദ്യാനങ്ങളിൽ ഒന്നായി ജിം കോർബറ്റ് മാറി. പ്രൊജക്ട് ടൈഗർ എന്ന പദ്ധതി വിജയകരമായതിന്റെ തെളിവ് കൂടിയാണ് രാജ്യത്ത് ഏറി വരുന്ന കടുവകളുടെ എണ്ണം. 1973 9 കടുവ സങ്കേതങ്ങൾ എന്നത് ഇന്ന് വളർന്ന് 53 സംരക്ഷിത മേഖലകൾ എന്നതിലേക്ക് എത്തുകയും ചെയ്തു. നൈനിറ്റാളിലെ ടൂറിസ്റ്റ് ഹിൽ സ്റ്റേഷന് സമീപം ഹിമാലയൻ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന കോർബറ്റ് നാഷണൽ പാർക്ക് 520 ചതുരശ്ര കിലോമീറ്ററിലാണ് വ്യാപിച്ചു കിടക്കുന്നത്. പുൽമേടുകളും മലനിരകളും അരുവികളും നിറഞ്ഞ ഇടമായതുകൊണ്ട് തന്നെ കടുവകളുടെ പ്രിയപ്പെട്ട കേന്ദ്രം കൂടിയാണിവിടം. കടുവകളെ വേട്ടയാടി കൊലപ്പെടുത്തിയിരുന്ന ഒരു നായാട്ടുകാരന്റെ പേരിൽ ഒടുവിൽ ഒരു കടുവ സംരക്ഷണ കേന്ദ്രം. കേൾക്കുമ്പോൾ വിചിത്രമായി തോന്നിയേക്കാം, പക്ഷേ ചരിത്രത്തിൽ ഇങ്ങനെയൊരു ഭാഗം കൂടിയുണ്ട്. വാർത്തയുടെ നിറം തേടി തനി നിറം.